എല്ലാ കൂട്ടുകാർക്കും കടുങ്കാപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് തേങ്ങ വറുത്തരച്ചൊരു ചീമച്ചക്കക്കറി തയ്യാറാക്കിയാലോ? എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ചീമച്ചക്ക തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ചതുരത്തിലരിഞ്ഞത്. ഞാനിവിടെ ഒരു ചീമച്ചക്കയാണ് എടുത്തിരിക്കുന്നത്. തേങ്ങ ചിരകിയത് 2 കപ്പ്. ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി കനം കുറച്ച് നേർമയായി അരിഞ്ഞത് 15 എണ്ണം. പച്ചമുളക് ചെറുതായി അരിഞ്ഞത് 4 എണ്ണം. പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ ചിരകിയ തേങ്ങ അതിലേക്കിടുക. അതിലേക്ക് 1/2 ടീസ്പൂൺ പെരുംജീരകവും കൂടി ഇടുക. തേങ്ങ ചെറുതീയിൽ ബ്രൗൺ നിറമാകുന്നതുവരെ നന്നായി വറുത്തെടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി എന്നിവ ഇട്ട് പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക. ഇത് നന്നായി തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നന്നായി അരച്ചെടുക്കുക. വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കുവാൻ. പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. ഇതിലേക്ക് തേങ്ങ ചെറുതായി അരിഞ്ഞത് ചേർത്ത് നന്നായി ഒന്ന് വറുത്തെടുക്കുക. തേങ്ങ ബ്രൗൺ നിറമാവുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് വഴറ്റുക. ഉള്ളി വഴഞ്ഞു വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഈ സമയം ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർക്കുകയും ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീമച്ചക്ക ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടിയിട്ട് ഇതിൻ്റെ കൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് ചെറു തീയിലൊന്ന് അടച്ചു വെച്ച് വേവിക്കുക. ചീമച്ചക്ക നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അരപ്പ് ചേർത്തതിന് ശേഷം ഇത് മൂടി വെച്ച് 5 മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ രുചികരമായ ചീമച്ചക്കക്കറി റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ ബൈ ബൈ.